പടം അടിപൊളി, സൂപ്പർ സൂപ്പർ ആണോ, സൂപ്പർ ആണോ, അടിച്ചു പൊളിച്ചു വെച്ചാനായിരുന്നു. സൂപ്പർ ഇടി വെച്ചാൽ സൂപ്പർ ഇടി. ആ പോലീസ് സ്റ്റേഷനൊക്കെ പൊളിക്കണ പൊളി കാണണം, അടിപൊളി. ആ ഒരു ഫീലാണ്, ആ പഴയ ആ സാധനമൊക്കെ തിരിച്ചു വരണം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് നല്ലൊരു മൂഡാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് ഈ പ്രേമവും മാങ്ങാത്തൊലിയൊന്നും അല്ല. നല്ല കിടിലൻ ഇടി എന്ന് പറഞ്ഞാൽ പാച്ച പാച്ച ഇടി, അടിപൊളി. ജോജി കലക്കിയിട്ടില്ലേ, പൊളിയല്ലേ, അടിപൊളിയല്ലേ. കിൻഡലടി വെച്ചാലേ പൊളി. കിൻഡലടി ആഘോഷിക്കാൻ പറ്റിയ പടം. ഒന്നൊന്നര വരവ്. പഴയ ഷാജി കൈലാസ് സാറിനെ അതേപോലെ നമുക്ക് നീ കാണാം. എല്ലാം അടിപൊളി ഫ്രെയിം, സൂപ്പർ. കിൻഡലടി പൊളിച്ചു. ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചെറിയൊരു ഫിനിഷിങ് കുറവുണ്ട്. ബാക്കി എന്തുകൊണ്ട് എല്ലാം സെറ്റപ്പാണ്. ഫൈറ്റൊക്കെ തുടക്കത്തിലെ ഫൈറ്റാണ്, വിഷ്വലും എല്ലാം സെറ്റപ്പാണ്. ഇടുക്കിയും ചിത്രീകരിച്ചാണ് സെറ്റപ്പാണ്. ഷാജി കൈസലിൻ്റെ ചില ശൈലികളൊക്കെ വന്നിട്ടുണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. ചെറിയൊരു ഫിനിഷിങ് കുറവ് തോന്നി, അത്രേ. അടിപൊളി പടം. തിയേറ്റർ വാച്ചാണ്. എല്ലാവരും തിയേറ്റർ ഒന്നൊന്നര വരവാണ്. കംബാക്ക് അടിപൊളി കംബാക്കാണ്. അടിപൊളി സാധനമാണ്, എല്ലാരും കാണണം. അടിപൊളി ചോദിച്ചേട്ടൻ കംബാക്കാണ്. ചോദിച്ചത് പഴയ ഒരു ഷാജി കൈലാസ് പടം, സുരേഷ് ഗോപി പടം ആ ഒരു ഫീൽ തന്നെയായിരുന്നു. അതെ അതെ അതെ, അടിപൊളി അടിപൊളി അടിപൊളി. അതെ പഴയ ഇത് തന്നെ നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. കോംബോ അടിപൊളി. ഈ മറ്റുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? അർജുന അശോകൻ, സാനിയ. അർജുന അശോകൻ നല്ലൊരു വെറൈറ്റി ലുക്കാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എല്ലാം കൊണ്ട് പടം ടോട്ടലി നല്ല രസമുണ്ട്. തിയേറ്ററിൽ തന്നെ കാണാം. ഫാമിലി ഇച്ചിരി വയലൻസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ടാണ് വരുന്നതിന് കുഴപ്പമില്ല. ഇടി എന്ന് പറഞ്ഞാൽ കിൻഡലടിയാണ്. നല്ല കിൻഡലടി തന്നെ. ആ ഒരു വൈബൊക്കെ ഇത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. തകർക്കം അറിയാലോ. ശരിക്കും ഇത് ജൂലൈ മാസം ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന്റെ ബർത്ത്ഡേ അത് മാറ്റിപ്പോയി. അത് മാറ്റി കളിയാണ് കണ്ടേക്കുന്ന കണ്ടതാ. നല്ല അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് നല്ല ഇഷ്ടപ്പെട്ടു.